ഒരുപക്ഷെ കർണാടക സംഗീതത്തിൽ മാത്രം നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വലിയ പ്രത്യേകതയാണ് സംഗീതകൃതികളിൽ ഇണക്കിച്ചേർത്തിരിക്കുന്ന സാഹിത്യത്തിൻ്റെ രൂപത്തിൽ അർത്ഥത്തിന് വിഘാതം വരാത്ത രീതിയിൽ ഇണക്കിച്ചേർത്തിരിക്കുന്ന മനോഹരമായിട്ടുള്ള രാഗമുദ്രാ പ്രയോഗങ്ങൾ. അതായത് ഓരോരോ സംഗീതകൃതിയും ഏതേത് രാഗങ്ങളിലാണോ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് അതേ രാഗത്തിൻ്റെ പേര് ആ സാഹിത്യത്തിൽ വളരെ മനോഹരമായിട്ട് വളരെ സമർത്ഥപൂർണ്ണമായിട്ട് ഇണക്കിച്ചേർത്തിട്ടുണ്ടാവും. കർണാടക സംഗീതത്തിൻ്റെ അടിസ്ഥാന ശിലയായിട്ട് കരുതപ്പെടുന്ന ഒരു പദ്ധതിയാണ് 72 മേളകത്താ രാഗ പദ്ധതി. ആ 72 മേളകത്താ രാഗങ്ങളിലും ആദ്യമായിട്ട് കീർത്തനം രചിച്ചത് കോടീശ്വരയ്യരാണ്. കവികുഞ്ചര ഭാരതി എന്ന മഹാനായ സംഗീതജ്ഞൻ്റെയും മഹാസാഹിത്യകാരൻ്റെയും ചെറുമകനായ കോടീശ്വരയ്യർ കനകാംഗ എന്ന് തുടങ്ങുന്ന കനകാംഗരാഗത്തിലുള്ള കീർത്തനം മുതൽ അരുൾശയ്യ വേണുമയ്യ എന്ന രസ്യപ്രരാഗത്തിലുള്ള കീർത്തനം വരെ 72 കീർത്തനങ്ങൾ മുരുകനെക്കുറിച്ച് മാത്രം രചിച്ചിട്ടുണ്ട്. ആ കീർത്തനങ്ങളെല്ലാം തന്നെ അദ്ദേഹം അതാത് രാഗത്തിൻ്റെ പേര് വളരെ മനോഹരമായിട്ട് ഇണക്കിച്ചേർത്തിട്ടുണ്ട്.